അള്ളാഹു നമ്മെ അറിയിക്കുകയാണ്. അപ്പൊ നോമ്പിന് ഒരുപാട് കൂലിയുണ്ട്. അതിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ്, ഇന്ന ഫിൽ ജന്നതി ബാബൻ, തീർച്ചയായിട്ടും സ്വർഗത്തിൽ ഒരു വാതിലുണ്ട്. യുഖാലു ലഹു, ആ വാതിലിന് പറയപ്പെടും അർ-റയ്യാൻ. ഒന്ന് പറയൂ, റയ്യാൻ. റയ്യാൻ. റയ്ഹാൻ ചില ആൾക്കാർ അറിയാതെ പറയാറുണ്ട്. റയ്യാൻ, അതിന്റെ പേര് റയ്യാൻ എന്നാണ്. യദ്ഖുലു മിൻഹു സ്വാഇമൂൻ, ആ വാതിലിലൂടെ നോമ്പുകാർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. ഫലം യദ്ഖുൽ മിൻഹു ഗൈറുഹും, മറ്റൊരാളും ആ വാതിലിലൂടെ പ്രവേശിക്കുകയില്ല. ഫഇദാ ദഖലു, അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉഗ്ലിഖ, വാതിൽ അടക്കപ്പെടും. അതാണ് അപ്പൊ ഒരു ഗേറ്റ്, നോമ്പുകാർക്കുള്ള ഗേറ്റ്. മൻ സാമ റമദാന, വിശുദ്ധ റമദാൻ മാസത്തിൽ ആരെങ്കിലും നോമ്പ് നോറ്റാൽ, ഈമാനൻ വഇഹ്തിസാബൻ, വിശ്വസിക്കുകയും കൂലി ആഗ്രഹിക്കുകയും ചെയ്തവനായ നിലയിൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങളിൽ നിന്ന് ദോഷങ്ങൾക്ക് റബ്ബ് പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതാണ് സൗമ എന്ന് പറഞ്ഞാൽ ഇംസാക്ക് എന്നാണ് അർത്ഥം. ബന്ദ് ചെയ്യുക എന്നതാണ്. എന്ത് ബന്ദ് ചെയ്യുക? നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് ബന്ദ് ചെയ്യുന്നതിനാണ് ഇംസാക്ക് എന്ന് പറയുന്നത്. അതാണ് സൗമ. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ സൂക്ഷിക്കുക. റമദാൻ എന്ന് പറഞ്ഞാലോ അത് കരിച്ചു കളയുന്നത് എന്നാണ്. ഈ 11 മാസത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ അതൊക്കെ കരിച്ചു കളയുന്നതാണ്. ഹിജ്റയുടെ 2-ാം കൊല്ലത്തിലാണ് നോമ്പ് നിർബന്ധമായത്. നോമ്പ് ആദ്യത്തെ തവണ ആദ്യം മഗ്രിബ് മുതൽ ഇശാ വരെ മാത്രമായിരുന്നു ഭക്ഷണം കഴിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നത്. പിന്നൊക്കെ നോമ്പായിരുന്നു. പിന്നീട് ഖൈസ് ബിൻ സിർമ എന്ന സ്വഹാബി, അദ്ദേഹം വീട്ടിൽ വന്ന് അദ്ദേഹം ചെറിയ ഒരു നോമ്പ് തുറന്ന്, പക്ഷെ ഭക്ഷണമൊന്നും കഴിച്ചില്ല. അദ്ദേഹം ഉറങ്ങിയ സമയത്ത് ഭാര്യ വിളിക്കുന്നത് അത് അനാദരവാണെന്ന് മനസ്സിലാക്കി വിളിച്ചില്ല. പിന്നെ ഇശാ ബാങ്ക് കൊടുത്തു. പിന്നീട് അവർക്ക് ഒന്നും കഴിക്കാനും പറ്റിയില്ല. പിന്നീട് വൈകുന്നേരം വരെ നോമ്പിലായപ്പോഴേക്കും അവർ തളർന്നു. അപ്പോഴാണ് അല്ലാഹു തആല നമുക്ക് നേരത്തെ ഈ ഫജ്ർ സാദിഖ് വരെയുള്ള അനുമതി നമുക്ക് തന്നിട്ടുള്ളത്. ആ നോമ്പിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അത് മാത്രമാണ് നിങ്ങളെ കേൾപ്പിക്കുന്നത്. എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഒന്ന്, നിയ്യത്ത് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ നോമ്പുകൾക്കും ഒറ്റ രാത്രി നിയ്യത്ത് വെച്ചാൽ നമ്മുടെ മദ്ഹബിൽ സഹിയാകുന്നതല്ല. മാലിക്കി മദ്ഹബിൽ സഹിയാകും. മാലിക്കി മദ്ഹബ് പ്രകാരം നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് മാലിക്കി മദ്ഹബിൽ നോമ്പ് മുറിയുന്ന ചില കാര്യങ്ങൾ ഉണ്ട്. സുറുമയിട്ടാൽ മാലിക്കി മദ്ഹബിൽ എന്താകും? നോമ്പ് മുറിയും. അപ്പൊ നമുക്ക് നമ്മുടെ നോമ്പ് മുറിയും. അപ്പൊ നാം ഇവിടെ തഖ്ലീദ് ചെയ്യുന്നത്, പിൻപറ്റുന്നത് ശാഫിഈ മദ്ഹബ് പ്രകാരം ഓരോ നോമ്പിനും ഓരോ ദിവസം നിയ്യത്ത് വെക്കണം. അപ്പൊ ഒന്ന്, നോമ്പിന്റെ ഫർളുകൾ എന്താണ്? ഒന്ന് നിയ്യത്ത്. 2, നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ സൂക്ഷിക്കുക. ഈ നിയ്യത്ത് വെക്കുന്നതിന് ചില ഷർത്തുകളുണ്ട്. അതിൽപ്പെട്ടതാണ് രാത്രിയിൽ നിയ്യത്ത് വെക്കുക. രാത്രിയിൽ നിയ്യത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ മഗ്രിബ് ബാങ്ക് കൊടുത്തു നിയ്യത്ത് വെക്കാം. അപ്പൊ തന്നെ വെക്കാം. തറാവീഹിന്റെ ശേഷമേ നിയ്യത്ത് വെക്കാവൂ എന്നില്ല. അത് നമ്മൾ ഒന്നിച്ച് വെക്കുന്നതിനാണ്. അത് നമ്മൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊരു ഉണർത്തലാണ്. ഇത് കരുതൽ നിർബന്ധമാണ്. മൊഴിയൽ സുന്നത്താണ്. നിയ്യത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിയ്യത്ത് വെക്കുമ്പോൾ ഒന്ന്, നവൈതു, ഞാൻ കരുതി, സൗമ ഗദിൻ,
നാളത്തെ നോമ്പിനെ, അതെ നാളെ നടക്കുന്ന നോമ്പ്, നാളെ എന്ന് പറഞ്ഞാൽ ഈ രാത്രി കഴിഞ്ഞ ശേഷമുള്ള പകൽ, അതാണ് മുറാദ്. അറബി കലണ്ടർ പ്രകാരം, അറബി പ്രകാരം മഗ്‌രിബ് ബാങ്ക് കൊടുത്താൽ, ഇന്ന് മഗ്‌രിബ് ബാങ്ക് കൊടുത്താൽ ശനിയാഴ്ചയായി. ശനിയാഴ്ച ഇന്നലെ മഗ്‌രിബ് ബാങ്ക് കൊടുത്തു, അത് വെള്ളിയാഴ്ചയായി. അപ്പൊ ശനിയാഴ്ച നാളെ എന്ന് പറയുമ്പോൾ ഉസ്താദ് എങ്ങനെയാണ് സഹിയാവുക? നാളെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ രാത്രിക്ക് ശേഷമുള്ള പകൽ, അതാണ് ഇതുകൊണ്ട് മുറാദ്. ഫർളാണ് എന്ന് കരുതണം, ഫർള് നോമ്പാണ് റമദാൻ എന്നും കരുതണം. അപ്പൊ നവൈതു സൗമ ഗദിൻ അൻ അദാഇ, അദാ ആയിട്ടെന്നും കരുതണം. നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർള റമദാൻ. നാല് കാര്യങ്ങൾ ഇത് നിയ്യത്തുമായി ബന്ധപ്പെട്ട് കരുതണം. പറയാൻ സുന്നത്താണ്. അതിന്റെ അർത്ഥം നമുക്കറിയാം. നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർള റമദാൻ ഹാദിഹി സനതി ലില്ലാഹി തആല. ഈ കൊല്ലത്തെ അദാ ആയ ഫർളായ റമദാൻ മാസത്തിൽ നിന്നുള്ള നാളത്തെ നോമ്പിനെ അല്ലാഹു തആലയ്ക്ക് വേണ്ടി നോറ്റുകിട്ടുവാൻ ഞാൻ കരുതി. അതാണ് ഇതാണ്. അപ്പൊ ഈ നിയ്യത്ത് ഇനി മുറിയൂല. ഒരു പക്ഷേ ജിമാഅ് നടന്നു, രാത്രി സമയത്ത് ദാമ്പത്യ ബന്ധം നടന്നു, നിയ്യത്തിനൊരു കോട്ടവും വരുന്നില്ല. രാത്രി ഭക്ഷണം കഴിച്ചു, നിയ്യത്തിനൊരു കോട്ടവും വരുന്നില്ല. അപ്പൊ നിയ്യത്ത് അത് മുറിയും. എപ്പോൾ മുറിയും? ഇവൻ നാളെ ഞാൻ നോമ്പ് നോൽക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ, പെട്ടെന്നാണ് ഓൻ എന്താകുന്നത്, വിസ കിട്ടുന്നത്, അവന് 132 കിലോമീറ്റർ ദൂരത്ത് യാത്ര ചെയ്യാൻ, ലോങ് യാത്രയാണ്, വേണമെങ്കിൽ ഒരു മുറിക്കാം. പക്ഷെ നോമ്പ് തോൽക്കലാണ് ഹൈറ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് പോകണം, ഞാൻ നോമ്പ് മുറിക്കുന്നില്ല, നിയ്യത്തൊക്കെ വെച്ചിട്ട് ഞാൻ നാളെ നോമ്പ് നോൽക്കുന്നില്ല എന്ന് ഒരാൾ പറഞ്ഞ് വീണ്ടും അവന് നോൽക്കണം എന്നൊരു തോന്നലുണ്ടെങ്കിൽ, അപ്പൊ അത് പോരണം. അപ്പൊ വിമാനത്തിലല്ലേ പോണത്, എന്താ ഞങ്ങൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഇന്ത്യ എന്താകും, അവിടെ ദുബായിൽ എത്തിയിട്ടുണ്ടാവും. നോറ്റോ എന്ന് പറയുമ്പോൾ അവൻ എന്ത് വേണം? നിയ്യത്ത് അവൻ വേണം. ഇസ്ലാമിൽ നിന്നും ഒരാൾ പുറത്തു പോയി, പുറത്തായി, അവനും എന്താകണം? നിയ്യത്ത് മടങ്ങി വന്നാൽ നിയ്യത്ത് വേറെ വെക്കണം. ബുദ്ധിയും ശുദ്ധിയും പ്രായപൂർത്തിയും എത്തിയ മുഅ്മിനാണ്, മുസ്ലിമിനാണ് നോമ്പ് നിർബന്ധമെങ്കിലും നിസ്കാരത്തിൽ നാം എന്ത് ചെയ്യും? 7 വയസ്സായാൽ കുട്ടികളോട് നിസ്കരിക്കാൻ പറയുകയും 10 വയസ്സായാൽ നിസ്കാരം ഉപേക്ഷിച്ചതിന്റെ പേരിൽ കുട്ടികളെ അടിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നോമ്പിനും ബാധകമാണ്. പരിശീലിപ്പിക്കണം. നിങ്ങൾ നോക്കി, ഒരു കുട്ടിന്റെ അടുത്ത് നിങ്ങൾ മൊബൈലാണ് കൊടുത്തു നോക്കി, 8 മണിക്കൂർ 10 മണിക്കൂർ ഓരോ അയ്മൂന്ന്. അപ്പൊ കുട്ടികൾ, അപ്പൊ ചില നമ്മളൊക്കെ കുട്ടികളെ പട്ടിണി കിടക്കും, അതാകും ഇതാകും രോഗാവും. നമ്മെ സൃഷ്ടിച്ച നമ്മുടെ സൃഷ്ടാവ് നമ്മുടെ ശരീരത്തിനെ നിലനിർത്താൻ വേണ്ടി ഇങ്ങനെ ഒരു സംവിധാനം പറയുമ്പോൾ, വസൂമോ തസിഹു, നോമ്പ് നോറ്റോളൂ, നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മൾ പാലിക്കേണ്ടി. ഒരു പുതിയ വണ്ടി വാങ്ങിയിട്ട് 1000 കിലോമീറ്റർ ഓടിയാൽ ഒന്നെന്താകണം? അവിടെ വർക്ക്ഷോപ്പിൽ എന്താകണം? കയറ്റണം. അത് കമ്പനി പറയില്ലേ? ഏത് സാധനങ്ങളും കുറച്ചു കാലം അതെന്താകണം? അതിൽ റെസ്റ്റ് വേണമെന്ന് കമ്പനി പറയുമ്പോ അത് നമ്മൾ കേൾക്കണ്ടേ? അപ്പൊ നോമ്പ് അത് വയറിന് മാത്രമുള്ള നോമ്പാകരുതേ. നമ്മുടെ കണ്ണിന് നോമ്പാകണം, നമ്മുടെ കാതിന് നോമ്പാകണം, നമ്മുടെ ശരീരത്തിന് നോമ്പാകണം. നബിയുനാ റസൂലുള്ളാഹി സാധാരണ ഭക്ഷണം കഴിക്കുന്നില്ല, നോമ്പാണ്. പക്ഷേ ഹറാം ഇങ്ങനെ അവന്റെ മൊബൈലിലൂടെയും അല്ലാതെയും അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. ഗീബത്തും നമീമത്തും അവൻ കേട്ടുകൊണ്ടിരിക്കുന്നു. കാതിന് നോമ്പില്ല, കണ്ണിന് നോമ്പില്ല, നാവിന് നോമ്പാകണം. നോമ്പ് നോൽക്കുന്നു, മറ്റുള്ളവരുടെ പച്ചമാംസം കൊത്തിവരിച്ച് ഗീബത്തും നമീമത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കാര്യം ഇല്ല. ഹൃദയത്തിന് നോമ്പാകണം. ഹൃദയത്തിൽ നമുക്ക് അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം ഉണ്ടാകണം. അങ്ങനത്തെ നോമ്പായി നമ്മുടെ നോമ്പിനെ നാം മാറ്റണം. അപ്പൊ നിയ്യത്ത്. 2, നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ സൂക്ഷിക്കുക. നിയ്യത്ത് വെക്കേണ്ടത് പറഞ്ഞു, രാത്രിയാണ് നിയ്യത്ത് വെക്കേണ്ടത്. ഹൈദുള്ളവർക്കും നിയ്യത്ത് വെക്കാം. അവരുടെ ഹൈദ് സുബഹിന്റെ മുമ്പായിട്ട് അത് അവസാനിക്കും. അതുകൊണ്ട് അവൾക്കും നിയ്യത്ത് വെക്കുന്നതിന് വിരോധമില്ല.
ഞാൻ ഹൈദർ തീർന്നിട്ടില്ലെങ്കിലോ നോക്കൂല. ഹൈദർകാരി നിവാസുകാരി അവർക്ക് നോമ്പില്ല, അവർക്ക് നോമ്പില്ല, അവർക്ക് നിയത്ത് വെച്ചാൽ ശരിയാവുകയും ഇല്ല. അപ്പൊ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? രണ്ടാമത്തെ ഫർദാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ കൊണ്ട് സൂക്ഷിക്കാം. ഏതൊക്കെയത്? തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ മനഃപൂർവം വല്ലതും പ്രവേശിച്ചാൽ നോമ്പ് മുറിയും. മനഃപൂർവം ഒരാൾ നമ്മെ ബലമായിട്ട് നമ്മെ തീറ്റിപ്പിച്ചു, മുറിയില്ല. അറിയാതെ നമ്മൾ എന്തായി അല്പം വെള്ളം കുടിച്ചു, മുറിയില്ല. സ്ഥിരമായി ഒരു ഓഫീസിൽ നിന്ന് ഭക്ഷണത്തിന് ഉച്ചക്ക് മറ്റൊരു കടയിലേക്ക് പോകും. ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഓർമ്മ വരുന്നത്, കഴിച്ചത് പുറത്തേക്ക്, വായിലുള്ളത് പുറത്തേക്ക് കളഞ്ഞ് വൃത്തിയാക്കുക. അവന്റെ നോമ്പിന് ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല. നോമ്പ് ഇന്ദ്രിയം പുറപ്പെടുവിക്കല് കൊണ്ട്, സ്വയം പുറപ്പെടുവിക്കുകയോ ഭാര്യയുടെ കൈ കൊണ്ട് പുറപ്പെടുവിക്കുകയോ ചെയ്യല് കൊണ്ട് നോമ്പ് മുറിയും. ഉണ്ടാക്കി ഛർദിക്കല് കൊണ്ട് നോമ്പ് മുറിയും. ഉണ്ടാക്കി ഛർദിക്കണം, കമിഴ്ന്ന് കടന്ന് വേറെ ഒരു വെച്ചിട്ട് ഛർദിക്കാൻ തിരിച്ചൊന്നും കെട്ട് വരുന്നില്ല, എന്നാലും മുറിയും. ഉണ്ടാക്കി മനഃപൂർവ്വം ഛർദിച്ചു കഴിഞ്ഞാൽ നോമ്പ്. ശ്രദ്ധിക്കുക, കുളിക്കുമ്പോൾ നമ്മുടെ ചെവിയിലൂടെ വായിലൂടെ വല്ലതും ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ശ്രദ്ധിക്കണം. വായിൽ വെള്ളം കുളിക്കുമ്പോൾ എന്നതിന്റെ അപ്പുറത്തേക്ക് വെള്ളം എത്തിക്കഴിഞ്ഞാൽ നോമ്പ് മുറിയും. അത് ശ്രദ്ധിക്കണം. പകൽ സമയത്ത് മുങ്ങിക്കുളിക്കരുത്. ജനാപത്തുകാരന് പകൽ സമയത്ത് മുങ്ങിക്കുളിച്ചു എന്നതുകൊണ്ട് അവന്റെ ഉള്ളിലേക്ക് വെള്ളം കടന്നു എന്നതിന്റെ പേരിൽ ശ്രദ്ധിക്കണം. അവന്റെ ഉള്ളിലേക്ക് അറിയാതെ കടന്നാൽ, മനഃപൂർവ്വം അറിയാതെ കടന്നാൽ മുറിയില്ല. പക്ഷെ ജനാപത്തില്ലാതെ ഒരാൾ അത് മുങ്ങിക്കുളിച്ചു, അറിയാതെ കടന്നു, അപ്പോഴും മുറിയും. അപ്പൊ അതുകൊണ്ട് തന്നെ കുളി സുന്നത്ത് എപ്പോഴാണ്? രാത്രി നോമ്പുകാർക്ക് കുളി സുന്നത്താണ്. മുന്തുവാരത്തിലൂടെയോ പിന്തുവാരത്തിലൂടെയോ വല്ലതും പ്രവേശിച്ചാൽ അവിടെയും നോമ്പ് മുറിയുന്നതാണ്. നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് സൂക്ഷിക്കുക. ജിമാഅ് ചെയ്താൽ, നോമ്പോടുകൂടെ ഭാര്യയുമായിട്ടുള്ള ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ നോമ്പ് മുറിയുക മാത്രമല്ല, അങ്ങനെ മുറിച്ചവന് 3 പണിഷ്മെന്റ് ആണ്. 3 പണിഷ്മെന്റ്. ഒന്ന്, ഒരു മുഅ്മിനായ അടിമയെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കണം. അത് നമ്മുടെ നാട്ടിലില്ല. അപ്പൊ ബാക്കി 2 എണ്ണം ചെയ്യണം. ഏതിലൊന്ന്? 2 എണ്ണം ഏതാണ്? തുടർച്ചയായി 60 ദിവസം നോമ്പ് അനുഷ്ഠിക്കണം. ശ്രദ്ധിച്ചോളൂ. നോമ്പോടുകൂടെ ദാമ്പത്യ ബന്ധം നടന്നിട്ടുണ്ടെങ്കിൽ ഇത് ആണിനാണ് ബാധകം. തുടർച്ചയായി 2 മാസം നോമ്പ് നോൽക്കുന്നതോടൊപ്പം ആ റമദാനിലെ നോമ്പ്, വിശുദ്ധ റമദാനിലെ നോമ്പ് ഖളാഅക്കിയതിനെ വീട്ടണം. അപ്പൊ 61 നോമ്പ് അവൻ നോക്കണം. ഇത് പറ്റൂല എങ്കിൽ 60 മിസ്കീന്മാർക്ക് ഓരോ മുത്ത് കൊടുക്കണം. 60 ആൾ കൊടുക്കണം. 60 ആൾ ഇവന്റെ ഈ ക്രിയ അറിയണം എന്നർത്ഥം. ആത്മസത്തരല്ലേ? വസന്തര എന്താ പറ്റില്ല, ഏറ്റു വന്നത് ഒന്നുമില്ല. ഒരാൾക്ക് കൊടുത്താൽ വീടൂല, 60 ആളെ തേടി പിടിച്ചു കൊടുക്കണം. അതുകൊണ്ട് പകൽ സമയത്ത് നോമ്പ് ഇങ്ങനെ നഷ്ടപ്പെടുത്തുന്നത് ശ്രദ്ധിക്കണം. സ്വപ്നസ്ഖലനം, ഒരാൾ പകൽ സമയത്ത് ഉറങ്ങിപ്പോയി, ആ ഉറക്കത്തിൽ അവന് സ്വപ്നസ്ഖലനം സംഭവിച്ചു, അവന്റെ നോമ്പ് മുറിയുന്നില്ല. അത് മനഃപൂർവം അല്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ, അത് ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ നോമ്പിന്റെ ഫർളുകൾ. 1, നിയ്യത്ത് വെക്കുക. 2, ഈ പറഞ്ഞ കാര്യങ്ങൾ, നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ടെന്താകുക, സൂക്ഷിക്കുകയും ചെയ്യുക. ഇനി നമുക്ക് ചെയ്യാനുള്ള, നോമ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുള്ള കുറച്ച് ചില കാര്യങ്ങൾ. അതിൽപ്പെട്ടതാണ് അത്താഴം കഴിക്കുക എന്നുള്ളത്. അതിൽപ്പെട്ട സംഗതിയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം പ്രോത്സാഹനം നൽകിയ കാര്യമാണ് അത്താഴം കഴിക്കുക.
തസഹറൂ, നിങ്ങൾ അത്താഴം കഴിക്കുവീൻ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുമാ قال رسول الله صلى الله عليه وسلم കുഞ്ഞാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസഹറൂ, നിങ്ങൾ അത്താഴം കഴിക്കുവീൻ. ഫഇന്ന ഫിസ്സഹൂരി ബറകതൻ, അത്താഴത്തിൽ ബറകത്തുണ്ട്. നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം, അല്ലാഹു ബറകത്ത് ചെയ്യട്ടെ എന്ന് പറയണം. ഖാഇന് ഫതഹ ആണ്. ബറകത്ത് ചെയ്യട്ടെ എന്ന് പറയും കുഴപ്പമില്ല. മലയാളത്തിൽ ഖാഇനത്ത് വേണം, ഫതഹ. എങ്ങനെ പറയണം? അല്ലാഹു ബറകത്ത് ചെയ്യട്ടെ. ഒരാളോട് ആയിക്കോട്ടെ, ഞാൻ പോവുകയാണ്, ദുആ ചെയ്യണം, അല്ലാഹു ബറകത്ത് ചെയ്യട്ടെ. അതാണ് അത്താഴത്തിൽ നിങ്ങൾക്ക് ബറകത്തുണ്ട്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത്താഴം കുറച്ച് കഴിച്ചാൽ മതി. അത്താഴം കഴിച്ചിട്ട് പിന്നെ 50 ആയത്ത് ഓതാനുള്ള സമയം, അപ്പോഴേക്കും സുബഹി ബാങ്ക് കൊടുക്കും. അങ്ങനെയാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. 12 മണിക്ക് തന്നെ വേണ്ടാതെ ബാങ്ക് കൊടുക്കണമെങ്കിൽ അരമണിക്കൂർ മുമ്പ് നീച്ച് തഹജ്ജുദ് നിസ്കരിച്ച്, നമ്മൾ അങ്ങനെ നിസ്കരിച്ച് പിന്നെ അത്താഴം കഴിക്കുന്നു എന്ന് വേണം, നിയ്യത്ത് വെക്കും വേണം. അല്ലാതെ നിയ്യത്ത് വെച്ചാലേ നമുക്ക് അതിന്റെ കൂലി കിട്ടുള്ളൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി നമുക്ക് കേട്ടോളി മറ്റൊരു ഹദീസ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തഗീനു ബിതആമിസ് സഹർ, അത്താഴം കഴിക്കൽ കൊണ്ട് നിങ്ങൾ സഹായം തേടുവീൻ അലാ സിയാമിൻ നഹാരി, പകൽ സമയത്ത് നോമ്പ് നോൽക്കുന്നതിന് വേണ്ടി. പകൽ സമയത്ത് നോമ്പ് നോൽക്കാൻ ശക്തി കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് വേണം? അത്താഴം കൊണ്ട് സഹായം തേടണം, അത്താഴം കഴിക്കണം. പകൽ സമയത്ത് കൈലൂലത്തിന്റെ ഉറക്ക്, ളുഹറിന്റെ മുമ്പ് ഒരു അരമണിക്കൂർ ഉറങ്ങുക, അതാണ് കൈലൂലത്തിന്റെ ഉറക്ക്. ഉച്ചയ്ക്ക് ശേഷമുള്ള ഉറക്കല്ല. ളുഹറിന്റെ മുമ്പ് ഒരു 20 മിനിറ്റോ 10 മിനിറ്റോ നിങ്ങൾ ഉറങ്ങി നോക്കി, രാത്രി എത്ര സമയവും നിങ്ങൾക്ക് ഉറക്കമൊഴിക്കാൻ പറ്റും. അതാണ് രാത്രിയിൽ നിങ്ങൾക്ക് നല്ലോണം നിസ്കരിക്കണം. അതിന് നിങ്ങൾ എന്ത് വേണം? പകൽ കുറച്ച് ഉറങ്ങുക. ആ ഉറങ്ങാൻ നേരത്ത് നിയ്യത്ത് വെക്കുക, ഞാൻ അയ്യൂലത്തിന്റെ ഉറക്ക്, എന്താ പറയേണ്ടത്? അയ്യൂലത്തിന്റെ ഉറക്ക് ഞാൻ നിർവഹിക്കുന്നു എന്ന്. അപ്പൊ അത്താഴത്തെ കുറിച്ച് വേറൊരു ഹദീസ്, അസ്സുഹൂറു കുല്ലുഹു ബറകത്തുൻ, അത്താഴം മുഴുവനും നിങ്ങൾക്ക് ബർക്കത്താണ്. ഫലാ തദ്ഉഹു, അതിനെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. വലൗ അന്ന ബിജറഇ അഹദികും ജുർഅതൻ മിൻ മാഇൻ, ഒരു കുറുക്ക് വെള്ളം കുടിച്ചിട്ടെങ്കിലും, വേണ്ടാന്ന് പറഞ്ഞാൽ നീക്കണം. ഒരു മുറുക്ക് വെള്ളം കുടിച്ചിട്ടെങ്കിലും. എന്തുകൊണ്ട്? ഫഇന്നല്ലാഹ അസ്സ വജല്ല വമലായികതഹു യുസല്ലൂന അലൽ മുതസക്കിരീൻ, അല്ലാഹുവും അവന്റെ മലക്കുകളും അത്താഴം കഴിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ദീർഘമായ പ്രഭാഷണം നമുക്ക് മറ്റൊരു സമയത്താക്കാം. 4 കാര്യങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കണം. ഏതാണ് 4 കാര്യങ്ങൾ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസ്തക്തിറു ഫീഹി മിൻ അർബഅ ഖസാലിൻ, വിശുദ്ധ റമദാൻ മാസത്തിൽ 4 കാര്യങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കണം. ഖസലതൈനി തുർദൂന ബിഹിമാ റബ്ബക്കും, 2 കാര്യങ്ങൾ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതാണ്. വഹസുലതൈനി, 2 കാര്യങ്ങൾ ലാ ഖിനാഅ ബിക്കും അൻഹുമാ, നിങ്ങൾക്ക് കൂടാതെ കഴിയാത്തതാണ്. ഫമൽ ഖസലതാനി ലതാനി ഫമൽ ഖസലതാനി തുർദൂന ബിഹിമാ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്ന 2 കാര്യങ്ങൾ. ഫശഹാദതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വതസ്തഗ്ഫിറൂനഹു, നിങ്ങൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയലാണ്. വമൽ ഖസലതാനി ലതാനി ലാ ഖിനാഅ ബിക്കും അൻഹുമാ, നിങ്ങൾക്ക് കൂടാതെ കഴിയാത്ത 2 കാര്യങ്ങൾ. വതസ്അലൂനല്ലാഹൽ ജന്ന, അല്ലാഹുവോട് നിങ്ങൾ സ്വർഗ്ഗം ചോദിക്കലാണ്. വതഊദൂന ബിഹി മിനന്നാർ, നരകത്തിൽ നിന്ന് കാവലിനെ തേടുന്നതാണ്. സുന്നത്ത് ഖുർആൻ ഓതുക, ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ്. ഖുർആൻ ഓതുക, തറാവീഹ് നിസ്കരിക്കുക, ജമാഅത്തായിട്ട് തന്നെ നിർവഹിച്ചാൽ കൂലി കിട്ടുന്നതാണ് തറാവീഹ്. കുട്ടികളിൽ മക്കളൊക്കെ വരിക, നിസ്കാരം അല്ലാഹു നിസ്കാരം നടക്കട്ടെ. അല്ലാഹു ഇത് തറാവീഹിന്റെ പേരിൽ എന്ത് വേണ്ട? എന്നാ ഫർദ് അല്ലാഹു കിട്ടൂല, തറാവീഹ് നിസ്കരിക്കൂല, അത് വേണ്ട. ചെറിയ പെരുന്നാൾ നിസ്കാരം, വലിയ പെരുന്നാൾ നിസ്കാരം, തറാവീഹ് നിസ്കാരം, അതൊക്കെ നമ്മൾ നിർവഹിക്കുക. നമ്മളത് ജമാഅത്തായിട്ട് പങ്കെടുക്കുക.
അങ്ങനെ തറാവീഹ് കഴിഞ്ഞ ശേഷം വിത്ർ നിസ്കാരം 3:11. അത് നിങ്ങൾ തഹജ്ജുദ് പതിവാക്കിയ ആളുകളുണ്ടെങ്കിൽ അത് തഹജ്ജുദിന്റെ സമയത്ത് വിത്ർ മാറ്റലാണ് സുന്നത്ത്. അല്ലാത്തവർ അത് നിസ്കരിക്കുക, തസ്ബീഹ് നിസ്കരിക്കുക, ഖുർആൻ നല്ലോണം ഓതുക, നന്നായിട്ട് ഓതുക. അതുപോലെ ഇഖ്ലാസ് സൂറത്തുകൾ വർദ്ധിപ്പിക്കുക, സദഖകൾ വർദ്ധിപ്പിക്കുക. ഫർളിന് 70 ഫർളിന്റെ കൂലി, അതെ സുന്നത്തിന് ഫർളിന്റെ കൂലി 70 മുതൽ 700 അടിക്കും കൂലിയാണ് ഒരു ഫർദ് നിർവഹിച്ചാൽ. അതുപോലെ ഒരു സുന്നത്തിന് വിശുദ്ധ റമദാനിൽ കിട്ടുന്നത് പിന്നെ ഒരു ഫർദിന്റെ കൂലിയാണ്. അപ്പൊ അതൊക്കെ നമ്മളെടുത്ത് പിന്നെ ഇഫ്താറോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടുതലും സ്നേഹവും ഇതൊക്കെ നമ്മൾ ചെയ്ത് ഇൻഷാ അല്ലാഹ് നാളെ മഗ്‌രിബിന് ശേഷം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കാം. മാസം കാണുന്ന നോക്കുക, മാസം കണ്ടു ഇന്ന് വിവരം കിട്ടിയാൽ ഇൻഷാ അല്ലാഹ് നോമ്പ് നോൽക്കുക. നമ്മൾ തറാവീഹ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ ആവശ്യമില്ലാതെ നമ്മൾ നിരന്തരം ഉപയോഗിച്ച മൊബൈൽ മറ്റ് സാധനങ്ങളൊക്കെ താൽക്കാലിക മാസത്തിന് നമ്മൾ റെസ്റ്റ് കൊടുക്കുക. എന്നിട്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു